So what is the difference between substitution and limit? ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജസ്റ്റ് പ്ലഗിങ് ദ വാല്യൂ അല്ലെ, ജസ്റ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലഗ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, അതായത് എക്സ് ഈക്വൽ ടു എ. ഇൻ കേസ് ഓഫ് ലിമിറ്റ് എന്താണ്, ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് അപ്രോച്ചസ് എ എന്നുള്ളതാണ്, അതായത് എക്സ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു എ. അപ്പോ ഫംഗ്ഷൻ ഉണ്ടാകുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിമിറ്റ് എന്ന് പറയുക. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്ട്ലി 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററും 0 ആവും, ഡിനോമിനേറ്ററും 0 ആവും. അങ്ങനെ നമുക്കൊരു 0/0 എന്ന് പറയുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോം നമുക്ക് കിട്ടും. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നമുക്ക് എന്തല്ല, പോസിബിൾ അല്ല. അവിടെയാണ് നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി നമ്മൾ ലിമിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ബോത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, പിന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ചിങ് 1 ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡും, ദെൻ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ചിങ് വാല്യൂ 1 ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ 1 ആണ്. ഓക്കെ, സോ ഹിയർ നമുക്ക് ഈ ടേബിൾ കാണിച്ചിരിക്കുന്നത് രണ്ട് വാല്യൂസും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വാല്യൂസും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വാല്യൂസും ഉണ്ട്. എക്സ് ഈക്വൽ ടു 0.99 അല്ലെങ്കിൽ 0.999 എന്നൊക്കെ പറയുന്നത് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂസ് ആണ്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, ലിമിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.99ഉം അതുപോലെ 1.999ഉം ആണ്. ഓക്കെ, ദെൻ 1.001 1.01 ഇതൊക്കെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂസ് ആണ്, അതായത് എക്സ് ഈക്വൽ ടു 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡുള്ള വാല്യൂസ് ആണ് 1.001ഉം 1.01. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.001 2.01 ഒക്കെയാണ്. സോ ഓവറോൾ നമുക്ക് എന്ത് പറയാം, വെൻ എക്സ് ഈസ് അപ്രോച്ചിങ് 1 ഐദർ ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർ റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് എക്സ് ഈക്വൽ ടു 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ലിമിറ്റിന്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്നത് 2 എന്ന് പറയുന്ന വാല്യൂയിലേക്കാണ്. അപ്പോൾ ലിമിറ്റ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഫാക്ടറൈസേഷൻ, റാഡിക്കൽ കോൺജുഗേറ്റ് മെത്തേഡ്, സാൻഡ്വിച്ച് തിയറം ആൻഡ് ലോപ്പിറ്റോൾസ് റൂൾ. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് വെച്ചിട്ടാണ് നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഈച്ച് വൺ വിത്ത് എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ഹിയർ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഓഫ് ലിമിറ്റ് സോൾവിങ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x സ്ക്വയർ പ്ലസ് 4 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡയറക്ട്ലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിവിഷൻ ബൈ 0 ഒന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി ആ വാല്യൂ എഴുതാൻ പറ്റും. സോ ഹിയർ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 16 ആണ്. ഇനി നെക്സ്റ്റ്, ഇനിയിപ്പോൾ 0/0 ഫോർമാറ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അടുത്തൊരു മെത്തേഡാണ് ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ന്യൂമറേറ്ററിൽ 9 - 9 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 3 - 3 വരും. ദാറ്റ് ഈസ് 0/0 ഫോർമാറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അത് എന്ത് ഫോർമിലാണ് അപ്പോൾ ഉള്ളത്, ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെയാണ് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യും. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 9നെ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം. അപ്പോൾ ഡിനോമിനേറ്ററിലെ എക്സ് മൈനസ് 3യും ന്യൂമറേറ്ററിലതും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് പ്ലസ് 3 എന്നുള്ളതാണ്. സോ അതിൽ നമുക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം ഡിവിഷൻ ബൈ 0 ഒന്നും വരുന്നില്ല. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 6 ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റാഡിക്കൽ കോൺജുഗേറ്റിന്റെ ഒരു പ്രോബ്ലം ആണ്. ഇപ്പോൾ പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ഇവിടെ എക്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ന്യൂമറേറ്ററിൽ 1 - 1 0 വരും, ഡിനോമിനേറ്ററിലും 0 വരും. അപ്പോൾ ഇവിടെയും എന്തായി, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയിട്ട് അത് മാറി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ റൂട്ട്സ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അതിന്റെ ഒരു റാഡിക്കൽ കോൺജുഗേറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റൂട്ട് എക്സ് പ്ലസ് 1 മൈനസ് 1 എന്നുള്ളതിന്റെ റാഡിക്കൽ കോൺജുഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എക്സ് പ്ലസ് 1
പ്ലസ് വൺ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൺ മൈനസ് വണ്ണിന്റെ റാഡിക്കൽ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൺ പ്ലസ് വൺ. അപ്പൊ ഇതിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആ ന്യൂമറേറ്ററിലുള്ള ആ ടേം എന്തായി മാറിപ്പോ? അത് ഒരു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറി. അവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വണ്ണും ബി വണ്ണും. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിന് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൺ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ഡിവിഷൻ എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൺ പ്ലസ് വൺ. അപ്പോൾ ന്യൂമറേറ്ററിലെ ടേം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൺ മൈനസ് വൺ. സോ നമുക്ക് ന്യൂമറേറ്ററിൽ എക്സ് കിട്ടും, ഡിനോമിനേറ്ററിലെ എക്സുമായിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോയി. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൺ പ്ലസ് വൺ, ദാറ്റ് ഈസ് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1. സോ ഫൈനൽ ആൻസർ ഈസ് 1 ബൈ 2 എന്ന് നമുക്ക് കിട്ടും. സോ എന്താണ് സാൻഡ്വിച്ച് തിയറം എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരു ലിമിറ്റ് ഫൈൻഡ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെയും എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെയും ഇടയിൽ സ്ക്യൂസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇനിക്വാലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്, ഇങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ടെങ്കിൽ ഈ അക്കോർഡിംഗ് ടു സാൻഡ്വിച്ച് തിയറം പറയുന്നത് ഈ എച്ച് ഓഫ് എക്സിന്റെ ലിമിറ്റും ജി ഓഫ് എക്സിന്റെ ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്യുക. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ ലിമിറ്റ് തന്നെയായിരിക്കും എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കലി എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ എൽ ആണെന്ന് വിചാരിക്കുക. അതുപോലെ ജി ഓഫ് എക്സിന്റെ ലിമിറ്റും എൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് ഫംഗ്ഷന്റെയും റൈറ്റ് ഹാൻഡ് ഫംഗ്ഷന്റെയും ലിമിറ്റ് എന്തായി? ലിമിറ്റ് ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്യൂസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ എഫ് ഓഫ് എക്സ്, ആ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റും എന്ത് തന്നെ ആയിരിക്കും? എൽ തന്നെയായിരിക്കും. സോ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാൻഡ്വിച്ച് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇനിക്വാലിറ്റി ഉണ്ട്. രണ്ട് റൈറ്റ് മോസ്റ്റുള്ള ലെഫ്റ്റിലുള്ളയും ഫംഗ്ഷൻസിന്റെ ലിമിറ്റും അറിയാം, അത് ഈക്വലും ആണെങ്കിൽ നമുക്ക് ആ സെൻട്രലുള്ള ഫംഗ്ഷൻ എത്ര കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിലും അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ എക്സ്ട്രീം ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ലിമിറ്റുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോബ്ലം ജസ്റ്റ് ഡിസ്കസ് ചെയ്യാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു സൈൻ 1/x നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്ട്ലി എക്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 0 ഇൻറ്റു സൈൻ 1/0 എന്ന് വരും. അപ്പോൾ 1/0 വന്നുകൊണ്ട് തന്നെ അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് മാറി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ലിമിറ്റ് കാണാം എന്നുള്ളതാണ് നമ്മൾ സാൻഡ്വിച്ച് തിയറം വെച്ച് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെൻ എക്സ് ടെൻസ് ടു 0 സൈൻ 1/xന്റെ വാല്യൂ എന്താവും എന്നുള്ളത്. ഓക്കെ, സൈൻ 1/xന്റെ വാല്യൂ ബിറ്റ്വീൻ -1 ആൻഡ് 1 ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടിയാണ്. അതായത് വെൻ എക്സ് ടെൻസ് ടു 0 എന്താണ് സൈൻ 1/xന്റെ വാല്യൂ എന്ന് പറയുന്നത് -1ന്റെയും 1ന്റെയും ഇടയിൽ ഓസിലേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോൺ ആയിട്ട് അറിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഓർമ്മിക്കുക. സൈൻ 1/x ബിറ്റ്വീൻ -1 ആൻഡ് 1 ആയിരിക്കും. അപ്പൊ ഇതിനെന്ത് ചെയ്യുക? ഈ ഇനിക്വാലിറ്റിനെ മൊത്തത്തിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? എക്സ് വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യുക? രണ്ട് സ്ഥലത്തും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതായത് ലെഫ്റ്റ് ഹാൻഡിലുള്ള ഫംഗ്ഷനിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -xന്റെ വാല്യൂ 0 ആണ്. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷനിൽ
ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സാൻഡ്വിച്ച് തിയർ പ്രകാരം ലെഫ്റ്റ് ഹാൻഡിലുള്ള ഫംഗ്ഷനും റൈറ്റ് ഹാൻഡിലുള്ള ഫംഗ്ഷനും ലിമിറ്റ് എന്താണ്? ഡിഫൈൻഡ് ആണ്, അത് ഈക്വലും ആണ്, ഈക്വൽ ടു 0യും ആണ്. ഓക്കെ. അപ്പോൾ അക്കോർഡിംഗ് ടു സാൻഡ്വിച്ച് തിയറം നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ആ സാൻഡ്വിച്ച് ആയി കിടക്കുന്ന ഫംഗ്ഷൻ അത് ഇവിടെ എന്താണ്? എക്സ് ഇൻറ്റു സൈൻ 1/x ആണ്. അപ്പൊ എക്സ് ഇൻറ്റു സൈൻ 1/xന്റെ ലിമിറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഓക്കെ. അതാണ് സാൻഡ്വിച്ച് തിയറം പറയുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ -xന്റെ ലിമിറ്റും റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എക്സിന്റെ ലിമിറ്റും 0 ആണ്. ബോത്ത് ആർ ഡിഫൈൻഡ് ആൻഡ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ആ സെന്ററിൽ സാൻഡ്വിച്ച് ആയി കിടക്കുന്ന ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ വാല്യൂ 0 തന്നെയായിരിക്കും. ഇനി സാൻഡ്വിച്ച് തിയറം വെച്ചിട്ട് തന്നെ ഒരു പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യാണ്. ഓക്കെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, x² ഇൻറ്റു സൈൻ 1/x. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? സൈൻ ഓഫ് 1/x എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 ആൻഡ് -1 എന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ആദ്യം തന്നെ എഴുതി. ഇനി നമുക്ക് x² ഇൻറ്റു സൈൻ 1/x ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ x² വെച്ച് ഈ ഇനിക്വാലിറ്റീനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 എന്നുള്ളത് അവിടെ എന്തായിട്ട് മാറും? -x² ആയിട്ട് മാറും. ദെൻ സൈൻ 1/x എന്തായിട്ട് മാറും? x² ഇൻറ്റു സൈൻ 1/x. അതല്ലേ നമ്മുടെ ഗിവൺ പ്രോബ്ലം എന്ന് പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു x². ഓക്കെ. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ആണ് സ്ക്യൂസ്ഡ് ബിറ്റ്വീൻ x² ആൻഡ് -x². ഓക്കെ. സോ ഈ ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് x² കാണിച്ചിട്ടുണ്ട്, -x² കാണിച്ചിട്ടുണ്ട്. ആ രണ്ട് ഫംഗ്ഷന്റെ ഇടയിൽ സ്ക്യൂസ്ഡ് ആയിട്ടാണ് ഈ x² ഇൻറ്റു സൈൻ 1/x കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സാൻഡ്വിച്ച് തിയറം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -x². നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഫംഗ്ഷന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് 0 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, x² അതിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിന്റെയും റൈറ്റ് ഹാൻഡിന്റെയും ലിമിറ്റ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണ്, അത് 0യും ആണ്. സോ സ്ക്യൂസ്ഡ് ആയിട്ടുള്ള ആ ഫംഗ്ഷൻ x² ഇൻറ്റു സൈൻ 1/xന്റെ ലിമിറ്റും അപ്പോൾ എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് സാൻഡ്വിച്ച് തിയറം വെച്ചിട്ട് എങ്ങനെ നമുക്ക് ആ ലിമിറ്റ് കാണാന്നുള്ളത്. ആ ഒരു ഇനിക്വാലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്ത് ലിമിറ്റ് കണ്ടെത്താൻ പറ്റും. സോ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോപിറ്റോൾസ് റൂൾ ആണ്. ഓക്കെ. ഇപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിനെ എഫ് ഡാഷ് ഓഫ് എ ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് ലോപിറ്റോൾസ് റൂൾ പറയുന്നത്. പക്ഷെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് അതിനു വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യിക്കണം. അതായത് എഫ് ഓഫ് എ ഈക്വൽ ടു ജി ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു 0/0 ഫോർമാറ്റ് കിട്ടും, അതായത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഡിഫറൻഷ്യബിൾ ആണോ എന്നും കൂടി നോക്കണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ, ഒന്ന് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് മസ്റ്റ് ബി ഡിഫറൻഷ്യബിൾ അറ്റ് പോയിന്റ് എ ആൻഡ് എഫ് ഓഫ് എ ഈക്വൽ ടു ജി ഓഫ് എ ഈക്വൽ ടു 0. അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ലോപിറ്റോൾസ് റൂൾ അപ്ലൈ ചെയ്ത് ലിമിറ്റ് കാണാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, നമ്മൾ നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലം തന്നെ, സൈൻ എക്സ് ബൈ എക്സ്. ഇവിടെ സൈൻ എക്സും ഡിഫറൻഷ്യബിൾ ആണ്, എക്സും ഡിഫറൻഷ്യബിൾ ആണ്, അല്ലെ? സൈൻ എക്സിന് നമുക്ക് അറിയാലോ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. അതുപോലെ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സൈൻ 0 0 ആണ്, എക്സും എന്ന് പറയുന്നതും 0 ആണ്. അപ്പൊ നമുക്ക് 0/0 ഫോർമാറ്റും കിട്ടി, ഡിഫറൻഷ്യബിൾ ആണെന്നും മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇതിന്റെ ലിമിറ്റ് കാണാൻ പറ്റും. സോ നമുക്കിവിടെ ലോപിറ്റോൾസ് റൂള് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ
ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ളത് എന്തായിട്ട് മാറും? കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 ആയിട്ട് മാറും. ഇനി അതിൽ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ് 0 1, സോ 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ.